നമസ്കാരം. കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ ഫോൺ ചെയ്ത് വിളിച്ച ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത് വളരെ ആർഭാടകരമായി നടത്തിയ ഒരു കല്യാണമായിരുന്നു ആ പെൺകുട്ടിയത്. വീട്ടുകാർ തന്നെ കണ്ടുറപ്പിച്ച ഒരു പയ്യൻ. നല്ല ജോലിയാണ്, നല്ല കുടുംബമാണ്, നല്ല ചുറ്റുപാടും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഒരു 4 മാസം അല്ലെങ്കിൽ 5 മാസത്തിൽ കൂടുതൽ അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചില്ല. മ്യൂച്വലായിട്ട് തന്നെ അവർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു. വീട്ടുകാരൊക്കെ അന്വേഷിച്ചു എന്താണ് കാരണം നല്ല ആരോഗ്യമുള്ള പയ്യനാണ്, കാണാൻ നല്ല സൗന്ദര്യമുള്ള പയ്യനാണ്, നല്ല ജോലിയുണ്ട്, നല്ല കുടുംബമുണ്ട്, നല്ല സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഉണ്ട്. എന്നിട്ടും ഈ പെൺകുട്ടി എന്തിനെ നിർബന്ധിച്ച് വിവാഹമോചനം നേടുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറി. ഈ പെൺകുട്ടിക്ക് പറയത്തക്ക രീതിയിലുള്ള മറ്റ് ബന്ധങ്ങളോ ഒന്നും തന്നെ ഇല്ല. വിശദമായി അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിച്ച അന്ന് മുതൽ ഏതാണ്ട് കുറച്ച് നാളത്തേക്കൊന്നും തന്നെ ഈ പെൺകുട്ടിയുടെ അടുത്ത് വരികയില്ല. അവർക്ക് പ്രധാനമായിട്ട് പെൺകുട്ടിയുടെ അടുത്ത് അവന് ഇടപെടാൻ പറ്റുന്നില്ല. പ്രധാനമായിട്ടും അവർ തമ്മിലൊരു ശാരീരിക ബന്ധത്തിനോട്ട് പോകുന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഈ പയ്യൻ അതിൽ നിന്ന് മാറുകയാണ്. അങ്ങനെ ഒരു ദിവസം പെൺകുട്ടി അവനോട് ചോദിച്ചു, എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റു റിലേഷൻ ഉണ്ടോ, അതോ ഇഷ്ടപ്പെടാതെയാണോ കല്യാണം കഴിച്ചത്? അപ്പം ആ പയ്യൻ പറഞ്ഞു, വളരെ ചെറുപ്പത്തിൽ, അതായത് 10ലോ 11ലോ പഠിക്കുന്ന സമയത്ത് ആ പയ്യന് ഒരു ബ്ലൂ ഫിലിം കണ്ടത് ആ പയ്യൻ്റെ അപ്പൻ കാണാനിടയായി. അവനെ പൊതിരെ തല്ലിയ ശേഷം അപ്പനെടുത്ത ഒരു നടപടി, അതായത് അവൻ എവിടെ ചെന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലുള്ള ബന്ധുക്കൾ വന്നാലും അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, പ്രത്യേകിച്ച് അവൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് അവരോടെല്ലാവരോടും ഈ അപ്പം പറയും, ഇവനോട് കൂട്ടുകൂടരുത്, ഇവൻ്റെ സ്വഭാവം ഇതാണ്. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കേട്ട് ഇവനങ്ങ് മെൻ്റലി ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോയി. അതിൽ നിന്ന് കയറാനായിട്ട് ഇവൻ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, നന്നായിട്ട് പഠിച്ചു, പാസ്സായി, നല്ല മാർക്കൊക്കെ മേടിച്ച് നല്ല ജോലിയൊക്കെ ലഭിച്ചു. വിവാഹ ജീവിതത്തിലേക്ക് വന്നെങ്കിലും ഈ പെൺകുട്ടിയുടെ അടുത്ത് വരുമ്പോഴൊക്കെ പണ്ട് നടന്ന തൻ്റെ പ്രശ്നം ഇവനിങ്ങനെ ഉടലെടുത്തുകൊണ്ടിരുന്നു. അവനത് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. അവരുടെ ജീവിതത്തിനെ പറ്റി അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകാൻ അവന് പേടിയായി. പല രീതിയിലുള്ള മാനസികമായ സമ്മർദ്ദം അനുഭവിക്കാൻ തുടങ്ങി. ഇവരൊരു ഡോക്ടറിൻ്റെ സഹായമൊക്കെ തേടിയെങ്കിലും അവൻ്റെ ആ ഒരു മെൻ്റൽ അല്ലെങ്കിൽ മാനസികാവസ്ഥയെ മാറ്റിയെടുക്കാൻ ആ ഡോക്ടറിനെ കൊണ്ടൊന്നും സാധിച്ചില്ല. ഒടുക്കം ഡോക്ടർ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്, നിങ്ങൾക്ക് ആ പെൺകുട്ടിയോട് പറഞ്ഞു വേണമെങ്കിൽ വേറെ വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ പയ്യനെയും കൊണ്ട് ബാക്കിയെല്ലാം ഓക്കെയാണ്, പക്ഷേ ഇങ്ങനൊരു കാര്യത്തിലേക്ക് അവനെ കൊണ്ട് പറ്റാനില്ല. അവൻ്റെ മനസ്സിനെ അത് ആഴമായി ബാധിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഇന്നിപ്പോൾ ആ പേരൻസ് വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ട്. കാരണം അന്ന് ശരിയാണ്, ഏതൊരു പേരൻറ്റും ചെയ്യുന്ന ഒരു കാര്യം തന്നെ അയാൾ ചെയ്തുള്ളൂ. ഒരു കുട്ടി ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പേരൻ്റ് റിയാക്ട് ചെയ്യുമായിരിക്കും. പക്ഷേ അതിന് ശേഷം ആ പയ്യനോടെടുത്ത നടപടിക്രമങ്ങൾ വളരെ തെറ്റായിപ്പോയി. ഞാനിത് നിങ്ങളിപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം, പല വീട്ടിലും പേരൻറ്റിങ് അത്ര ശരിയല്ല. കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറണം, അല്ലെ കുഞ്ഞുങ്ങളെ ഒരു പക്ഷേ അവരുടെ പോലെയാണ് കാണുന്നത്. കുഞ്ഞുങ്ങളാണ്, അവർക്ക് ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മളെടുക്കുന്ന ചില നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ചില ആക്ഷൻസൊക്കെ കുഞ്ഞുങ്ങളെ അത് മാനസികമായും ശാരീരികമായും വളരെ ദോഷമായി ബാധിക്കും. പിന്നീട് അതിനെ ഓർത്ത് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. താങ്ക് യു.